we are going to discuss about the topic applications of genetic engineering. So following are the applications of genetic engineering. The genetic engineering is used for gene therapy, GM plant, GM animal, GM food and terminated gene technology. ഇപ്പോൾ നമ്മൾ ഈ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെനറ്റിക് എഞ്ചിനീയറിങ്ങിൻ്റെ ആപ്ലിക്കേഷനാണ്. അതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ജീൻ തെറാപ്പി, ജി എം പ്ലാന്റ്, ജി എം എനിമൽ, ജി എം ഫുഡ്, ടെർമിനേറ്റഡ് ജീൻ ടെക്നോളജി എന്നിവയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജി എം പ്ലാന്റ് ആണ്. അപ്പോൾ എന്താണ് ജി എം പ്ലാന്റ്? ജി എം പ്ലാന്റ് മീൻസ് ജെനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്. So a plant containing introduced DNA are called transgenic plant or genetically engineered plant. ഇപ്പോൾ ഒരു ഫോറിൻ DNA ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ജെനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ് അല്ലെങ്കിൽ ട്രാൻസ്ജെനിക് പ്ലാന്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജി എം പ്ലാന്റ് എന്ന് പറയും. ഇപ്പോൾ ഒരു ഫോറിൻ ഡി എൻ എ ഉള്ള പ്ലാന്റ് ആണ് നമ്മൾ ജെനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ് അല്ലെങ്കിൽ ജി എം പ്ലാന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ കൊണ്ട് നമുക്ക് പല യൂസസ് ഉണ്ട്. അപ്പോൾ പല തരത്തിലുള്ള പ്ലാന്റ്സിനെ നമുക്ക് ജെനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് ഹെർബിസൈഡ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ്. അപ്പോൾ ഹെർബിസൈഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? കളനാശിനി. അതായത് നമ്മുടെ പാടങ്ങളിലും നമ്മുടെ ഫീൽഡിലൊക്കെ വളരുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയാണ് നമ്മുടെ കള അല്ലെങ്കിൽ ഹെർബ്സ് അല്ലെങ്കിൽ വീഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡ്സിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹെർബിസൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹെർബിസൈഡ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ് എന്തിനോട് റെസിസ്റ്റൻ്റ് ആയിരിക്കും? ഈ ഹെർബിസൈഡ്സിനോട് റെസിസ്റ്റൻ്റ് ആയിരിക്കും. എക്സാമ്പിളാണ് ഗ്ലൈഫോസേറ്റ് റെസിസ്റ്റൻറ്റ് പെറ്റൂണിയ ഓർ ടൊബാക്കോ. അപ്പോൾ ഗ്ലൈഫോസേറ്റ് ഈസ് എൻ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ഹെർബിസൈഡ്സ് and it is a competitive inhibitor of EPSP synthetase, blocking the biosynthesis of tryptophan and phenylalanine. So EPSP synthase gene was isolated from bacteria Salmonella typhimurium and introduced into plant cells using TI plasmid. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഹെർബിസൈഡ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ജെനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഹെർബിസൈഡ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ് ഡെവലപ്പ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ഹെർബിസൈഡ്സ് എന്ന് പറയുന്നത് കളനാശിനികളാണ്. അതായത് നമ്മുടെ ഫീൽഡിലും ഒക്കെ വളരുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽസ് ആണ് ഹെർബിസൈഡ്സ്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളാണ് ഗ്ലൈഫോസേറ്റ് റെസിസ്റ്റൻറ്റ് പെറ്റൂണിയ ആൻഡ് ടൊബാക്കോ. ഇപ്പോൾ പെറ്റൂണിയ ആൻഡ് ടൊബാക്കോ എന്ന് പറയുന്നത് രണ്ട് ടൈപ്സ് പ്ലാന്റ്സ് ആണ്. ഗ്ലൈഫോസേറ്റ് എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ്, അതൊരു ഹെർബിസൈഡാണ്. അപ്പോൾ ഈ ഗ്ലൈഫോസേറ്റിലെ ഹെർബിസൈഡ്സിലെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഗ്ലൈഫോസേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്ലൈഫോസേറ്റ് എങ്ങനെയാണ് ആക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഗ്ലൈഫോസേറ്റ് EPSP സിന്തറ്റേസിനെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെ അത് ട്രിപ്റ്റോഫാൻ്റെയും ഫീനലാലനിൻ്റെയും ബയോസിന്തസിസിനെ ബ്ലോക്ക് ചെയ്യും. അങ്ങനെയാണ് ഗ്ലൈഫോസേറ്റ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൈഫോസേറ്റ് എന്ന് പറയുന്നത് ഒരു ഹെർബിസൈഡാണ്. അത് ഹെർബിസൈഡ്സിലെ ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഗ്ലൈഫോസേറ്റ് ആക്ട് ചെയ്യുന്നത് EPSP സിന്തേസിനെ ബ്ലോക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ EPSP സിന്തേസിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ട്രിപ്റ്റോഫാൻ്റെയും ഫീനലാലനിൻ്റെയും സിന്തസിസ് നടക്കൂല. അപ്പോൾ ഈ EPSP സിന്തേസ് ജീന് നമ്മൾ എന്തിൽ നിന്ന് എടുത്തു? സാൽമോണല്ല ടൈഫിമ്യൂറത്തിൽ നിന്ന് എടുത്തിട്ട് TI പ്ലാസ്മിഡ് വഴി പ്ലാന്റ്സിലേക്ക് കൊടുത്തു. അപ്പോൾ ആ പ്ലാന്റ് എന്തിനോട് റെസിസ്റ്റൻ്റ് ആയിട്ട് മാറും? ഗ്ലൈഫോസേറ്റിനോട് റെസിസ്റ്റൻ്റ് ആയിട്ട് മാറും. അപ്പം ഗ്ലൈഫോസേറ്റ് ആക്ട് ചെയ്യുന്ന ജീൻസ് ആണ് EPSP സിന്തേസ് ജീൻസ്. അപ്പോൾ ഈ EPSP സിന്തേസ് ജീൻസ് നമ്മൾ സാൽമോണല്ല ടൈഫിമ്യൂറത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ട് TI പ്ലാസ്മിഡ് വഴി പ്ലാന്റ്സിന് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലാന്റ്സ് ഗ്ലൈഫോസേറ്റിനോട് റെസിസ്റ്റൻ്റ് ആയിട്ട് മാറും. അപ്പം ഗ്ലൈഫോസേറ്റിനോട് റെസിസ്റ്റൻ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഗ്ലൈഫോസേറ്റിൻ്റെ സൈറ്റ് ഓഫ് ആക്ഷനായ EPSP സിന്തേസ് ജീന് നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്തു ബാക്ടീരിയയിൽ നിന്ന്. എന്നിട്ട് അത് പ്ലാന്റ്സിലേക്ക് TI പ്ലാസ്മിഡ് വഴി കൊടുത്തു. അപ്പോൾ അത് ആ EPSP സിന്തേസ് ജീന് കിട്ടിയ പ്ലാന്റ് ഗ്ലൈഫോസേറ്റിനോട് റെസിസ്റ്റൻ്റ് ആയിരിക്കും. സെക്കൻഡ് ടൈപ്പ് ഓഫ് GM plant is insect resistant plant. The genes for Bt toxin was isolated from Bacillus thuringiensis, linked with the 35S promoter of cauliflower mosaic virus and introduced into plant cells using TI plasmid. Example: transgenic tobacco, tomato resistant to tobacco hornworm, and transgenic cotton resistant to tobacco budworm. ഇപ്പോൾ ഇൻസെക്ട് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ് ആണ് സെക്കൻഡ് ടൈപ്പ് ഓഫ് GM പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസെക്ട്സ് എന്താണ്? ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാൽ പെസ്റ്റാണ്. അതായത് നമ്മുടെ വിളകളൊക്കെ തിന്ന് നശിപ്പിക്കുന്ന അല്ലെങ്കിൽ വിളകളൊക്കെ തിന്ന് നശിപ്പിക്കുന്ന ഇൻസെക്ട്സിനെയാണ് നമ്മൾ പെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പെസ്റ്റിന് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരുന്നു നമ്മൾ ജെനറ്റിക് എഞ്ചിനീയറിംഗ് വഴി സെക്കൻഡ്ലി ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ നമുക്കറിയാം
BT ടോക്സിനാണ് നാച്ചുറലായിട്ട് ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻ. അതായത് ഈ ഇൻസെക്ട്സിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ടീരിയ നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിനാണ് BT ടോക്സിൻ. ഈ BT ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയയാണ് ബാസിലസ് തുറഞ്ചെനിസിസ്. അപ്പോൾ ബാസിലസ് തുറഞ്ചെനിസിസിൽ നിന്ന് BT ടോക്സിൻ ജീൻ ഐസൊലേറ്റ് ചെയ്തെടുത്തു. അത് നമ്മൾ TI പ്ലാസ്മിഡ് വഴി പ്ലാന്റ്സിലേക്ക് കൊടുത്തു. അപ്പോൾ ആ പ്ലാന്റ് ഈ ഇൻസെക്റ്റിനോട് റെസിസ്റ്റൻ്റ് ആയിട്ട് മാറും. കാരണം ഈ പ്ലാന്റ്സിൽ എന്തുണ്ടാവും, ഇപ്പം BT ടോക്സിൻ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ ഈ BT ടോക്സിൻ ആർക്ക് ഡേഞ്ചറസ് ആണ്, ഇൻസെക്ട്സിന് ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളാണ് ട്രാൻസ്ജനിക് ടൊമാറ്റോ റെസിസ്റ്റൻറ്റ് ടു ടൊബാക്കോ ഹോൺ ഫേം, പിന്നെ ട്രാൻസ്ജനിക് കോട്ടൺ റെസിസ്റ്റൻറ്റ് ടു ടൊബാക്കോ ബഡ് വേം. അപ്പം BT ടോക്സിൻ ജീന് നമ്മൾ ബാസിലസ് തുറഞ്ചെനിസിസ് നിന്ന് ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ട് അത് TI പ്ലാസ്മിഡ് വഴി പ്ലാന്റ്സിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ BT ടോക്സിൻ കിട്ടിയ പ്ലാന്റ്സ് എന്തുണ്ടാക്കാൻ തുടങ്ങും, BT ടോക്സിൻ ഉണ്ടാക്കാൻ തുടങ്ങും. അപ്പോൾ ഈ BT ടോക്സിൻ എന്തിനെ കില്ല് ചെയ്യും, ഇൻസെക്റ്റിനെ അല്ലെങ്കിൽ പെസ്റ്റിനെ കില്ല് ചെയ്യും. അപ്പം അങ്ങനെ ആ പ്ലാന്റ് ആ ഇൻസെക്റ്റിനോട് അല്ലെങ്കിൽ പെസ്റ്റിനോട് റെസിസ്റ്റൻ്റ് ആയിട്ട് മാറും. നെക്സ്റ്റ് ആണ് വൈറസ് റെസിസ്റ്റൻറ്റ് ടു പ്ലാന്റ്സ്. അപ്പോൾ പ്ലാന്റ്സ് ദാറ്റ് ക്യാൻ ടോളറേറ്റ് വൈറസസ് ആർ കോൾഡ് വൈറസ് റെസിസ്റ്റൻറ്റ് ടു പ്ലാന്റ്സ്. The transgenic plants produce viral code protein or viral nucleoprotein on satellite RNA. അപ്പോൾ വൈറസിനോട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ്, നിങ്ങൾക്കറിയാം വൈറസ് പ്ലാന്റ്സിൽ പല തരത്തിലുള്ള ഡിസീസസ് കോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡിസീസ് കോസിങ് വൈറസിനോട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഡെവലപ്പ് ചെയ്തെടുത്ത മൂന്നാമത്തെ തരം പ്ലാന്റ്സ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അതായത് വൈറൽ കോഡ് പ്രോട്ടീനോ അല്ലെങ്കിൽ വൈറൽ ന്യൂക്ലിയോ പ്രോട്ടീനോ അല്ലെങ്കിൽ സാറ്റലൈറ്റ് RNA കോഡ് ചെയ്യുന്ന ജീൻസ് നമ്മൾ പ്ലാന്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ ആ പ്ലാന്റ്സ് ആ വൈറസിനോട് റെസിസ്റ്റൻ്റ് ആയിട്ട് മാറും. അപ്പോൾ ആദ്യത്തെയാണ് ട്രാൻസ്ജനിക് പ്ലാന്റ്സ് വിത്ത് വൈറസ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ്. 3 ടൈപ്പ് ഉണ്ട്: വൈറൽ കോഡ് പ്രോട്ടീൻ, വൈറൽ ന്യൂക്ലിയോ പ്രോട്ടീൻ, പിന്നെ വൈറൽ സാറ്റലൈറ്റ് RNA. അപ്പോൾ ഈ 3 ടൈപ്പ് വൈറൽ കോമ്പോണൻറ്റ്സ് നമ്മൾ പ്ലാന്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ പ്ലാന്റ്സിനെ വൈറസിനോട് റെസിസ്റ്റൻ്റ് ആയിട്ട് മാറ്റും. അപ്പോൾ ആദ്യത്തേതാണ് ട്രാൻസ്ജനിക് പ്ലാന്റ്സ് വിത്ത് വൈറൽ കോഡ് പ്രോട്ടീൻ. അപ്പോൾ വൈറൽ കോഡ് പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ജീൻസ് പ്ലാന്റ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ പ്ലാന്റ്സ് വൈറൽ കോഡ് പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ എക്സാമ്പിളാണ് ടൊബാക്കോ മൊസൈക്ക് വൈറസ് റെസിസ്റ്റൻറ്റ് ടൊബാക്കോ. അപ്പം ട്രാൻസ്ജനിക് പ്ലാന്റ്സ് വിത്ത് വൈറൽ കോഡ് പ്രോട്ടീൻ എങ്ങനെ ഉണ്ടാക്കുക, അതായത് നമ്മൾ ഈ വൈറൽ കോഡ് പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ജീൻസിനെ നമ്മൾ പ്ലാന്റ്സിലേക്ക് TI പ്ലാസ്മിഡ് വഴി കൊടുക്കുക. അപ്പോൾ ഈ പ്ലാന്റ്സ് വൈറൽ കോഡ് പ്രോട്ടീൻ ഉണ്ടാക്കും. അപ്പോൾ ഈ പ്ലാന്റ് വൈറൽ കോഡ് പ്രോട്ടീനോട് വൈറസിനോട് റെസിസ്റ്റൻ്റ് ആയിട്ട് മാറും. എക്സാമ്പിളാണ് TMB റെസിസ്റ്റൻറ്റ് ടൊബാക്കോ. നെക്സ്റ്റ് ആണ് ട്രാൻസ്ജനിക് പ്ലാന്റ് വിത്ത് വൈറൽ ന്യൂക്ലിയോ പ്രോട്ടീൻ. അപ്പോൾ cDNA ഓഫ് ന്യൂക്ലിയോ പ്രോട്ടീൻ ഈസ് കൺസ്ട്രക്റ്റഡ് ഫ്രം വൈറസ് ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു പ്ലാന്റ്സ് വിത്ത് TI പ്ലാസ്മിഡ്. എക്സാമ്പിൾ ഈസ് ട്രാൻസ്ജനിക് ടൊബാക്കോ. അപ്പോൾ അടുത്തതാണ് ട്രാൻസ്ജനിക് പ്ലാന്റ് വിത്ത് വൈറൽ ന്യൂക്ലിയോ പ്രോട്ടീൻ. അതായത് ഈ വൈറൽ ന്യൂക്ലിയോ പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ജീൻസ് നമ്മൾ പ്ലാന്റ്സിലേക്ക് കൊടുക്കുക. TI പ്ലാസ്മിഡ് വഴി പ്ലാന്റ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലാന്റ്സ് എന്തായിട്ട് മാറും, ഈ വൈറൽ ഇൻഫെക്ഷനോട് റെസിസ്റ്റൻ്റ് ആയിട്ട് മാറും. എക്സാമ്പിളാണ് ട്രാൻസ്ജനിക് ടൊബാക്കോ. നെക്സ്റ്റ് ട്രാൻസ്ജനിക് പ്ലാന്റ്സ് വിത്ത് വൈറൽ സാറ്റലൈറ്റ് RNA. അപ്പോൾ നമ്മുടെ വൈറൽ സാറ്റലൈറ്റ് RNAൻ്റെ cDNA ഉണ്ടാക്കുക, എന്നിട്ട് അത് TI പ്ലാസ്മിഡ് വഴി പ്ലാന്റ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലാന്റ്സ് വൈറൽ ഇൻഫെക്ഷനോട് റെസിസ്റ്റൻ്റ് ആയിട്ട് മാറും. അപ്പോൾ 3 മെത്തേഡ് വഴിയാണ് നമ്മൾ വൈറസ് റെസിസ്റ്റൻറ്റ് പ്ലാന്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. ഒന്ന് വൈറൽ ന്യൂക്ലിയോ പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ജീൻസ് ട്രാൻസ്ഫർ ചെയ്യുക. രണ്ടാമത്തത് വൈറൽ കോഡ് പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ജീൻസ് ട്രാൻസ്ഫർ ചെയ്യുക. രണ്ടാമത്തത് വൈറൽ ന്യൂക്ലിയോ പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന cDNA പ്ലാന്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. മൂന്നാമത്തത് വൈറൽ സാറ്റലൈറ്റ് RNA കോഡ് ചെയ്യുന്ന ജീൻസിനെ പ്ലാന്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. നാലാമത്തതാണ് ട്രാൻസ്ജനിക് പ്ലാന്റ്സ് വിത്ത് ആൻറ്റിസെൻസ് RNA. So DNA that produce antisense RNA was linked to 35S promoter and inserted into TI plasmid. The rDNA is introduced into tobacco through TI plasmid and tobacco become resistant to cauliflower mosaic virus. അപ്പോൾ ആൻറ്റിസെൻസ് RNA എന്ന് വെച്ചാൽ എന്താണ്, അതായത് ഒരു ജീൻ്റെ എക്സ്പ്രഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന RNA ആണ് ആൻറ്റിസെൻസ് RNA എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റിസെൻസ് RNA ഒരു DNA-നോട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ DNA എന്ത് ചെയ്യൂല, പിന്നെ എക്സ്പ്രഷൻ നടക്കില്ല. അതായത് DNA-ൻ്റെ ട്രാൻസ്ലേഷനും ട്രാൻസ്ക്രിപ്ഷനും ഒന്നും നടക്കില്ല ആൻറ്റിസെൻസ് RNA വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ആൻറ്റിസെൻസ് RNA ജീൻസ് നമ്മൾ എന്ത് ചെയ്യും, TI പ്ലാസ്മിഡ് വഴി പ്ലാന്റ്സിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലാന്റ്സ് എന്തിനോട് റെസിസ്റ്റൻ്റ് ആയിട്ട് മാറും, വൈറസ് ഇൻഫെക്ഷനോട് റെസിസ്റ്റൻ്റ് ആയിട്ട് മാറും. എക്സാമ്പിളാണ്
CMV-നോട്, അതായത് ടൊബാക്കോ കോളിഫ്ലവർ മൊസൈക് വൈറസിനോട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ടൊബാക്കോ. നെക്സ്റ്റ്, ട്രാൻസ്ജനിക് പ്ലാന്റ്സ് വിത്ത് ഇംപ്രൂവ്ഡ് സ്റ്റോറേജ് പ്രോട്ടീൻ. The nutritional quality of storage protein is improved by genetic engineering. Example is physiolin is a storage protein which is low in methionine content and hard to digest as it is glycosylated. The cDNA of physiolin gene was isolated from French beans and its glycosylation sequence was deleted and cDNA was introduced into physiolin mutant French beans. The transgenic French bean is rich in methionine and easily digestible. So, the next application of genetic engineering plants is the improving the storage protein. So the nutritional quality of the storage protein can be improved by genetic engineering. The physiolin is a protein present in French beans. The physiolin is low in methionine and it is very hard to digest because it is highly glycosylated. So in order to improve the physiolin protein, we introduce the cDNA of we isolate the cDNA of physiolin gene and we deleted the glycosylation sequence so that it can be easily digestible, and this cDNA was introduced into mutant French beans. These mutant French beans containing deleted physiolin glycosylation sequence are easy to digest and is high in methionine content. അപ്പോൾ അടുത്ത ആപ്ലിക്കേഷനാണ് എങ്ങനെ നമുക്ക് നമ്മുടെ പ്രോട്ടീൻസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, അതായത് പ്ലാന്റ് പ്രോട്ടീൻസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ജെനറ്റിക് എഞ്ചിനീയറിംഗ് യൂസ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളാണ് ഫെസിയോളിൻ. അപ്പോൾ ഫ്രഞ്ച് ബീൻസിൽ കാണുന്ന ഒരു തരം പ്രോട്ടീനാണ് ഫെസിയോളിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫെസിയോളിന് രണ്ട് പ്രോബ്ലംസ് ഉണ്ട്. ഒന്ന്, അതിൽ മെത്തിയോണിൻ്റെ കണ്ടൻറ്റ് കുറവാണ്. മെത്തിയോണിൻ എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡാണ്. അപ്പോൾ മെത്തിയോണിൻ്റെ കണ്ടൻറ്റ് കുറവാണ്. രണ്ടാമത്തത്, ഇത് നോൺ ഡൈജസ്റ്റബിൾ ആണ്. അപ്പോൾ ഡൈജഷൻ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഇൻഡൈജഷൻ ഫീൽ ചെയ്യും. കാരണം ഈ മെത്തിയോണിൽ ഹൈ എമൗണ്ട് ഓഫ് ഗ്ലൈക്കോസിലേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് ഇൻഡൈജസ്റ്റബിൾ ആയിട്ട് മാറുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഈ പ്ലാന്റ്സ് നിന്ന് cDNA, അതായത് ഫെസിയോളിൻ ജീനിനെ കോഡ് ചെയ്യുന്ന cDNA ഐസൊലേറ്റ് ചെയ്ത് എടുത്തു. എന്നിട്ട് അതിലുള്ള ഗ്ലൈക്കോസിലേഷൻ സീക്വൻസ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഉണ്ടായ പുതിയ ഫെസിയോളിൻ ജീൻസിൽ എന്തില്ല, ഗ്ലൈക്കോസിലേഷൻ സീക്വൻസ് ഇല്ല. അത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ റീകോമിനൻ്റ് DNA നമ്മൾ മ്യൂട്ടൻ്റ് ഫ്രഞ്ച് ബീൻസിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫ്രഞ്ച് ബീൻസ് എന്തായിരിക്കും, ഗ്ലൈക്കോസിലേഷൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഈസിലി ഡൈജസ്റ്റബിൾ ആയിരിക്കും. മാത്രമല്ല മെത്തിയോണിൻ കണ്ടൻറ്റും കൂടുതലായിരിക്കും. അങ്ങനെ നമ്മൾ ജെനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഒരു പ്രോട്ടീൻ്റെ ക്വാളിറ്റി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും. നെക്സ്റ്റ്, ട്രാൻസ്ജനിക് പ്ലാന്റ്സ് വിത്ത് ഇംപ്രൂവ്ഡ് ഓയിൽസ് ആൻഡ് ഫാറ്റ്. The genetic engineering is used to improve the quality of oils and fats in plants. Example, rapeseed is low in stearate level, so it causes cholesterol accumulation in men. The transgenic rapeseed is rich in stearate and oleic acids and the stability of oil is high. അപ്പോൾ അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മൾ ജെനറ്റിക് എഞ്ചിനീയറിംഗ് ഓയിൽസിൻ്റെയും ഫാറ്റ്സിൻ്റെയും ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളാണ് റാപ്സീഡ് ഓയിൽ. അപ്പോൾ റാപ്സീഡ് ഓയിൽ എന്ന് പറയുന്നത് ഒരു സീഡ് ഓയിലാണ്. ഈ ഓയിലിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, റാപ്സീഡ് ഓയിലിൽ സ്റ്റെറിക് ആസിഡിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ സ്റ്റെറേറ്റിൻ്റെ ലെവൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുന്നവരിൽ നമ്മുടെ ഫുഡിലൊക്കെ ആഡ് ചെയ്ത് ഉപയോഗിക്കുന്നവരിൽ കൊളസ്ട്രോൾ അക്യുമുലേഷൻ ഉണ്ടാവും. അത് ഹാർട്ട് അറ്റാക്കിലേക്ക് ലീഡ് ചെയ്യും. അപ്പോൾ ജെനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നമ്മൾ എന്ത് ചെയ്തു, ഈ റാപ്സീഡ് ഓയിലിലുള്ള സ്റ്റിറേറ്റിൻ്റെ ലെവൽ കൂട്ടി. അപ്പോൾ ഈ ഓയിലിൻ്റെ കൊളസ്ട്രോൾ അക്യുമുലേഷൻ എന്ന പ്രശ്നം നമ്മൾ പരിഹരിച്ചു. മാത്രമല്ല ഓയിലിൻ്റെ സ്റ്റെബിലിറ്റിയും കൂടി. അപ്പോൾ ജെനറ്റിക് എഞ്ചിനീയറിംഗ് വഴി എങ്ങനെ നമ്മൾ ഓയിൽസിൻ്റെയും ഫാറ്റ്സിൻ്റെയും ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുമെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിളാണ് റേപ്സീഡ് ഓയിൽ. ഇപ്പോൾ റേപ്സീഡ് ഓയിലിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതിൽ സ്റ്റിറിക് ആസിഡ് അല്ലെങ്കിൽ സ്റ്റിറേറ്റിൻ്റെ ലെവൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ അക്യുമുലേഷൻ ഉണ്ടാവും. അപ്പം ജെനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നമ്മൾ എന്ത് ചെയ്തു, ആ റൈപ്സീഡ് ഓയിലുള്ള സ്റ്റിറേറ്റ് ആസിഡ് അല്ലെങ്കിൽ സ്റ്റിറേറ്റിൻ്റെ ലെവൽ കൂട്ടി. അപ്പോൾ കൊളസ്ട്രോൾ അക്യുമുലേഷൻ്റെ പ്രശ്നം ഇല്ലാതായി. മാത്രമല്ല ഓയിലിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും. നെക്സ്റ്റ് ഈസ് മെയിൽ സ്റ്റെറൈൽ പ്ലാന്റ്സ്. മെയിൽ സ്റ്റെറൈൽ പ്ലാന്റ്സ് ഹെൽപ്സ് ടു പ്ലാന്റ് ബ്രീഡർ ഫോർ ഹൈബ്രിഡൈസേഷൻ ആൻഡ് ടു അവോയ്ഡ് ഇമാസ്കുലേഷൻ.
അപ്പോൾ സെൽഫ് പോളിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് മെയിൽ സ്റ്റെറൈൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ജീൻ ഓഫ് RNA ഫ്രം Aspergillus oryza and a gene for RNAs of Bacillus amelia-liquefaciens are joined together with specific promoter of tobacco introduced into cell. They are male sterile. ഇപ്പോൾ മെയിൽ സ്റ്റെറൈൽ പ്ലാന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജെനറ്റിക് എഞ്ചിനീയറിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിൽ സ്റ്റെറൈൽ പ്ലാന്റ്സിൻ്റെ യൂസ് എന്താണ്? അതായത് സെൽഫ് പോളിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൽ സ്റ്റെറൈൽ പ്ലാന്റ്സ് ഉപയോഗിക്കുന്നത്. അതായത് ഒരേ ഫ്ലവറിലുള്ള മെയിലും ഫീമെയിൽ പാർട്സും തമ്മിൽ ഫെർട്ടിലൈസ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൽ സ്റ്റെറൈൽ പ്ലാന്റ്സ് യൂസ് ചെയ്യുന്നത്. ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആസ്പെർജില്ലസ് ഓറിയസ എന്നും ബാസിലസ് അമേലിയസ് ലിക്വിഫേഷൻസ് എന്ന ബാക്ടീരിയ എന്നും നമ്മൾ എന്ത് ചെയ്തു? ഈ RNase ജീൻ ഐസൊലേറ്റ് എടുത്തു, എന്നിട്ട് അത് നമ്മൾ പ്ലാന്റ്സിലേക്ക് കൊടുത്തു. അപ്പോൾ അവരെന്തായി? മെയിൽ സ്റ്റെറൈലായി. Next, transgenic plants with attractive flowers. The flower color is changed by introducing certain genes in flavonoid metabolism. അപ്പോൾ ഫ്ലവേഴ്സിന് കളർ കൊടുക്കുന്നത് എന്താണ്? കരോട്ടിനോയിഡ്സും ഫ്ലാവനോയിഡ്സും ഒക്കെയാണ്. ഇപ്പോൾ നമ്മൾ ഫ്ലാവനോയിഡ്സ് ജീന് ജെനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഈ പ്ലാന്റ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പല തരത്തിലുള്ള അല്ലെങ്കിൽ പല കളറിലുള്ള ഫ്ലവേഴ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ജെനറ്റിക് എഞ്ചിനീയറിംഗ് വഴി നമുക്ക് ഫ്ലവറിൻ്റെ കളർ അല്ലെങ്കിൽ വെറൈറ്റി ഓഫ് ഫ്ലവർ കളേഴ്സ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്തു? പിന്നെ ജെനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഫ്ലാവനോയിഡ് ജീൻസ്, അപ്പോൾ ഈ ഫ്ലവറിൻ്റെ കളർ കൊടുക്കുന്ന ഒരു പിഗ്മെൻ്റാണ് ഫ്ലാവനോയിഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലാവനോയിഡ്സ് ജീൻസ് നമ്മൾ പ്ലാന്റ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാന്റ് പല തരത്തിലുള്ള കളർ പ്രൊഡ്യൂസ് ചെയ്യും. Next is the stress tolerant plants. Plants that can tolerate the stress is called a stress tolerant plant. Example, cold tolerant plants and drought tolerant plants. The drought resistant in plants is mainly due to the presence of high levels of polyols like mannitol and sorbitol. The genes coding for enzyme mannitol dehydrogenase and sorbitol dehydrogenase are isolated from E. coli and introduced into drought sensitive plants. ഇപ്പോൾ സ്ട്രെസ് ടോളറൻറ്റ് പ്ലാന്റ്, അതായത് ഈ കടുത്ത വരൾച്ചയും പിന്നെ ലോ ടെമ്പറേച്ചേഴ്സിനൊക്കെ അതിജീവിക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് പിന്നെ സ്ട്രെസ് ടോളറൻറ്റ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ് അതിജീവിക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് സ്ട്രെസ് ടോളറൻറ്റ് പ്ലാന്റ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വരൾച്ച അതിജീവിക്കുന്ന പ്ലാന്റ്സിനെ ജെനറ്റിക് എഞ്ചിനീയറിംഗ് വഴി കൺസ്ട്രക്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ പ്ലാന്റ്സിൽ വരൾച്ച അല്ലെങ്കിൽ വെള്ളമില്ലാത്ത അവസ്ഥ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന രണ്ട് കോമ്പൗണ്ട്സ് ആണ് മാനിറ്റോൾ ആൻഡ് സോർബിറ്റോൾ. അപ്പോൾ ഈ മാനിറ്റോൾ ആൻഡ് സോർബിറ്റോൾ കൂടുതൽ പ്ലാന്റ്സിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്ലാന്റ് കൂടുതൽ ഡ്രോട്ടിനോട് അല്ലെങ്കിൽ വരൾച്ചയോട് അല്ലെങ്കിൽ വെള്ളമില്ലാത്ത കണ്ടീഷനോട് റെസിസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാനിറ്റോൾ ഡീഹൈഡ്രോജിനേസ് ജീനും സോർബിറ്റോൾ ഡീഹൈഡ്രോജിനേസ് ജീനും ഈക്കോളേന്ന് ഐസൊലേറ്റ് ചെയ്തിട്ട് പ്ലാന്റ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ആ പ്ലാന്റ്സ് എന്തായി? ഡ്രോട്ടിനോട് റെസിസ്റ്റൻ്റ് ആയിട്ട് മാറും. അപ്പോൾ ഡ്രോട്ട് റെസിസ്റ്റൻ്റ് പ്ലാന്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റ്സിൽ ഡ്രോട്ട് റെസിസ്റ്റൻറ്റിനെ കോഡ് ചെയ്യുന്ന ഡ്രോട്ട് റെസിസ്റ്റൻറ്റിന് കാരണമായിട്ടുള്ള രണ്ട് കോമ്പൗണ്ടാണ് മാനിറ്റോൾ ആൻഡ് സോർബിറ്റോൾ. ഈ മാനിറ്റോളും സോർബിറ്റോളിൻ്റെ ലെവൽ കൂടുന്തോറും ആ പ്ലാന്റ് വരൾച്ചയോട് കൂടുതൽ റെസിസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈക്കോളയിൽ നിന്ന് സോർബിറ്റോൾ ഡീഹൈഡ്രോജിനേസ് ജീനും മാനിറ്റോൾ ഡീഹൈഡ്രോജിനേസ് ജീനും ഐസൊലേറ്റ് ചെയ്തിട്ട് പ്ലാന്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ആ പ്ലാന്റ് ഡ്രോട്ടിനോട് സെൻസിറ്റീവായിട്ട് മാറി. നെക്സ്റ്റ് ആണ് ട്രാൻസ്ജനിക് റൈസ് വിത്ത് വിറ്റാമിൻ എ, also known as golden rice. The transgenic rice capable of producing beta carotene was known as golden rice. So two daffodil genes and bacterial genes coding for beta carotene synthesis are transferred to rice calyx through transformation technique to develop golden rice. അപ്പോൾ വിറ്റാമിൻ എ കൂടുതലായിട്ടുള്ള റൈസ്, അതാണ് ഗോൾഡൻ റൈസ്. ഇത് നമ്മൾ GM ഫുഡിൽ ഒന്നുകൂടിയും പഠിക്കും. അപ്പോൾ ഈ ഗോൾഡൻ റൈസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത് നോക്കാം. അപ്പോൾ സാധാരണ റൈസിൽ വിറ്റാമിൻ എൻ്റെ കണ്ടൻറ്റ് കുറവായിരിക്കും. അപ്പോൾ വിറ്റാമിൻ എ കൂടുതലുള്ള റൈസാണ് ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിറ്റാമിൻ എൻ്റെ പ്രീക്കേഴ്സറാണ് കെരോട്ടിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കെരോട്ടിൻ സിന്തസിസ് ജീന് നമ്മൾ ഡാഫോഡിൽ, അപ്പോൾ ഡാഫോഡിൽ എന്ന് പറയുന്നത് ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. അപ്പോൾ ഡാഫോഡിൽ നിന്നും ബാക്ടീരിയയിൽ നിന്നും കെരോട്ടിൻ സിന്തസിസ് ജീന് നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്തു. അത് പ്ലാന്റ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ റൈസിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ റൈസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി? കെരോട്ടിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അത് വിറ്റാമിൻ എ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം കെരോട്ടിൻ സിന്തസിസ് ജീനാണ്, അതായത് വിറ്റാമിൻ എൻ്റെ പ്രീക്കേഴ്സറാണ് ബീറ്റ കെരോട്ടിൻ.
അപ്പോൾ ഈ ബീറ്റ കരോട്ടിൻ സിന്തസിസ് ജീന് നമ്മൾ ഡാഫോഡിൽ പ്ലാന്റിൽ നിന്നും പിന്നെ പിന്നെ ബാക്ടീരിയയിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ട് അത് നമ്മൾ റൈസിലേക്ക് കൊടുത്തു. അപ്പോൾ റൈസ് കരോട്ടിൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. നെക്സ്റ്റ് ജെനറ്റിക് എഞ്ചിനീയറിംഗ് ഫോർ പ്രിസർവേഷൻ ഓഫ് ഫ്രൂട്ട്. അപ്പോൾ ട്രാൻസ്ജനിക് പ്ലാന്റ്സ് വിത്ത് റെസിസ്റ്റൻ്റ് ആൻഡ് ഡിലേഡ് ഫ്രൂട്ട് റൈപ്പനിങ്. An antisense RNA producing gene for polygalactorinase was constructed and introduced into tomato cali through TI plasmid, and transgenic tomato retained fruits for 1 or more day. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ വെജിറ്റബിൾസിൻ്റെ മേജർ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസം അല്ലെങ്കിൽ 1-2 ദിവസം വെക്കുമ്പോൾ തന്നെ അവർ കേടായിട്ട് പിന്നെ യൂസ് ചെയ്യാൻ നമുക്ക് പറ്റാതെയും. അപ്പോൾ ആ ഒരു പ്രോബ്ലം നമ്മൾ ജെനറ്റിക് എഞ്ചിനീയറിംഗ് വഴി സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ പിന്നെ ചീത്തയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിലാവും 1-2 ദിവസം വെച്ചാൽ. അപ്പോൾ അത് നമ്മളെങ്ങനെ ജെനറ്റിക് എഞ്ചിനീയറിംഗ് വഴി ഓവർകം ചെയ്യും നോക്കാം. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ റൈപ്പണിങ്ങിന് കാരണമായിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെ റൈപ്പനിങ്ങിന് കാരണമായിട്ടുള്ളൊരു കോമ്പൗണ്ടാണ് പോളിഗാലക്ടറോണിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പോളിഗാലക്ടറോണിൻസിൻ്റെ എക്സ്പ്രഷൻ പ്രിവെൻറ്റ് ചെയ്യുന്ന ആൻറ്റിസെൻസ് RNA നമ്മൾ TI പ്ലാസ്മിഡ് വഴി ടൊമാറ്റോയിലേക്ക് കൊടുക്കും. അപ്പോൾ ഈ ടൊമാറ്റോയിലുള്ള പോളിഗാലക്ടറോണിൻസിൻ്റെ എക്സ്പ്രഷൻ ഈ ആൻറ്റിസെൻസ് RNA ബ്ലോക്ക് ചെയ്യും. അങ്ങനെ റൈപ്പനിങ് കുറയും, അങ്ങനെ ആ ഫ്രൂട്ട് കുറേ കാലം നിൽക്കും. അങ്ങനെയാണ് നമ്മൾ TI പ്ലാസ്മിഡ് നമ്മൾ റൈപ്പനിങ് ഡിലേ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉണ്ടാക്കുന്നത്. അതായത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് റൈപ്പ് ചെയ്യാൻ കാരണമായിട്ടുള്ള എൻസൈമാണ് പോളിഗാലക്ടറോണേസ്. അപ്പോൾ ഈ പോളിഗാലക്ടറോണേസിൻ്റെ പിന്നെ എക്സ്പ്രഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആൻറ്റിസെൻസ് RNA ടൊമാറ്റോയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഈ ആൻറ്റിസെൻസ് RNA പോളിഗാലക്ടറോണേസിൻ്റെ എക്സ്പ്രഷനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ ഫ്രൂട്ടിലുള്ള റൈപ്പണിങ് കുറയും. അപ്പോൾ ആ ഫ്രൂട്ട് കുറച്ച് ദിവസം നിൽക്കും. നെക്സ്റ്റ്, ഹൈ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. മ്യൂട്ടൻറ്റ് റുബിസ്കോ ജീൻസ് with low oxygenase activity was isolated from different plants and introduced into tobacco cell. Transgenic tobacco shows high rate of photosynthesis. അപ്പോൾ ഫോട്ടോസിന്തസിസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ജെനറ്റിക് എഞ്ചിനീയറിംഗ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫോട്ടോസിന്തസിസിന് കാരണമായിട്ടുള്ള എൻസൈമാണ് റുബിസ്കോ. അപ്പോൾ ഈ റുബിസ്കോ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുത്തിട്ട് പ്ലാന്റ്സിലേക്ക് കൊടുക്കുമ്പോൾ ആ പ്ലാന്റ്സിലുള്ള ഫോട്ടോസിന്തസിസ് റേറ്റ് കൂടുന്നുണ്ട്. നെക്സ്റ്റ്, ട്രാൻസ്ജനിക് പ്ലാന്റ്സ് ബയോ റിയാക്ടർ. ട്രാൻസ്ജനിക് പ്ലാന്റ്സ് നമുക്ക് ബയോ റിയാക്ടർ പോലെ യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ട്രാൻസ്ജനിക് പ്ലാന്റ്സിൽ നിന്ന് ഇൻ്റർഫെറോൺസും വാക്സിൻസും ബയോഡിഗ്രേഡബിൾ പ്ലാസ്റ്റിക്സും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ എക്സാമ്പിളാണ് ജീൻ കോഡിംഗ് ഫോർ പ്രോട്ടീൻ കോട്ട് ഓഫ് ഹെപ്പറ്റൈറ്റിസ് B വൈറസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ബനാന ത്രൂ TI പ്ലാസ്മിഡ്. സോ ബനാന ആക്ട് ആസ് എഡിബിൾ വാക്സിൻ. അപ്പം പ്ലാന്റ്സിനെ നമുക്ക് ബയോ റിയാക്ടർ പോലെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഈ പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് ഇൻ്റർഫെറോൺസും വാക്സിൻസും പ്ലാസ്റ്റിക്സും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ എക്സാമ്പിളാണ് ഹെപ്പറ്റൈറ്റിസ് B. അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് B വൈറസിൻ്റെ പ്രോട്ടീൻ കോട്ട് നമ്മൾ ബനാനയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഈ ബനാനയിൽ ഇപ്പോൾ എന്തുണ്ടാവും? ഹെപ്പറ്റൈറ്റിസ് B വൈറസിൻ്റെ പ്രോട്ടീൻ കോട്ട് ഉണ്ടാവും. അപ്പോൾ വാക്സിൻ എടുക്കുന്നതിന് പകരം അങ്ങനെ ഒരു ബനാന എടുത്ത് കഴിച്ചാൽ മതി. അപ്പം നമുക്ക് എന്തായി വാക്സിൻ ചെയ്തൊരു എഫക്റ്റ് കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് ബിൻ്റെ പ്രോട്ടീൻ കോട്ടിനെ കോഡ് ചെയ്യുന്ന ജീൻസ് നമ്മൾ ബനാനയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ വാക്സിൻ എടുക്കുന്നതിന് പകരം ഈ ബനാന കഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ വാക്സിൻ എടുത്തൊരു എഫക്റ്റ് കിട്ടും. ഇതാണ് ട്രാൻസ്ജനിക് പ്ലാന്റ്സ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ട്രാൻസ്ജനിക് ആനിമൽസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും.